നേപ്പാളിലെ മിന്നൽ ദുരന്തം തന്നെയാണ് ഏറ്റവും വലിയ സങ്കടക്കാഴ്ചയായി നിൽക്കുന്നത്. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. ഇതുവരെ 162 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. 800-ലധികം പേരെ കാണാനില്ല. ഹിമാനികൾ തകർന്നതാണ് ദുരന്തത്തിന് കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യയുടെ ധ്രുവ് ഹെലികോപ്റ്ററുകൾ അടക്കം രംഗത്തുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നിർദ്ദേശം നൽകി. ദുരന്തത്തെ അതിജീവിച്ചവർക്കായി 10 ടൺ അവശ്യവസ്തുക്കൾ ഇന്ത്യ കൈമാറിയിട്ടുണ്ട്. ഗൗതം അമർകുഞ്ചവും ആനന്ദ് മോഹനും അനുരു അശോകനും ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ആദ്യം ഗൗതത്തിലേക്ക്. ഗൗതം, നേരത്തെ ഇതൊരു ഭൂചലനത്തിന്റെ ഭാഗമായിട്ടാണോ ഈ ദുരന്തം തുടക്കത്തിൽ തന്നെ ഈ രീതിയിൽ ഉണ്ടായത് എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അതല്ല, അത് ഹിമാനികൾ തകർന്നത് എന്ന നിഗമനത്തിലേക്ക് വരികയാണ്. ഇപ്പോഴും ആളുകൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. രുചിഷ തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ അത് ഭൂകമ്പത്തെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലാണെന്ന നിലയിലാണ് വിലയിരുത്തപ്പെട്ടതെങ്കിലും അതല്ല, മറിച്ച് ഹിമാനികൾ തകർന്നതാണ്. ഹിമാനികളിൽ ഉരുൾപൊട്ടലിന് സമാനമായ സാഹചര്യം ഉണ്ടായതാണ് ഈ വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ഏകദേശം 300-ലധികം ഇന്ത്യക്കാർ ഈ ദുരന്തത്തിന്റെ ഭാഗമായി ആ പ്രദേശത്ത് കുടുങ്ങിയിട്ടുണ്ട്, ഈ ദുരന്തത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ വിവിധ ആവശ്യങ്ങൾക്കായി, അതായത് വിനോദസഞ്ചാരത്തിനും മറ്റുമൊക്കെയായി ഈ പ്രദേശത്ത് എത്തിയതാണ്. ഭോട്ടകോശി നദീതടത്തിൽ എത്തിയതാണ്. അത് നമുക്കറിയുന്നത് പോലെ തന്നെ വലിയ വിനോദസഞ്ചാര കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ഈ കാണാതായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലും അവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അവരുടെ വിശദാംശങ്ങൾ പങ്കുവെക്കുന്നതിനുമായി ഇപ്പോൾ ഇന്ത്യ കൺട്രോൾ റൂം തുറന്ന് ഹെൽപ്പ് ലൈൻ നമ്പർ പുറത്തുവിട്ടിട്ടുണ്ട്. ആ ഹെൽപ്പ് ലൈൻ നമ്പർ ഉപയോഗിച്ച് ഇപ്പോൾ കാണാതായ ആളുകളുടെ വിശദാംശങ്ങൾ, അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് പോയിട്ടുള്ള ഇന്ത്യക്കാരുടെ വിശദാംശങ്ങൾ പങ്കുവെക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അടിയന്തര സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇന്ത്യൻ എംബസി വഴി ഇപ്പോൾ 10 ടണ്ണിലധികം വരുന്ന അവശ്യ വസ്തുക്കൾ, അതായത് ഈ ദുരന്തത്തെ അതിജീവിച്ചവർക്ക് അവർക്ക് എല്ലാം നഷ്ടമായിട്ടുണ്ട്, ജീവൻ മാത്രമാണ് അവർക്ക് കൈമുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ അതിജീവിച്ച് വരുന്നവർക്ക് ആവശ്യമായ വസ്തുക്കൾക്ക് 10 ടണ്ണോളം വരുന്ന മനുഷ്യ സഹായവും അതോടൊപ്പം അവശ്യ വസ്തുക്കളും വിതരണം ചെയ്തതായി, കൈമാറിയതായി ഇന്ത്യൻ എംബസി, നേപ്പാളിൽ ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള സൈനിക ഹെലികോപ്റ്ററുകൾ, ധ്രുവ് ഉൾപ്പെടെയുള്ള ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് ഈ ദുരന്തം നടന്ന പ്രദേശത്ത് തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് വാക്കുകളിൽ വ്യക്തമാക്കാൻ കഴിയാത്ത അത്രയും വ്യാപ്തിയിലാണ് ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നതെന്ന് അതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. നിരവധി ഗ്രാമങ്ങളാണ് ഒറ്റപ്പെട്ട് കിടക്കുന്ന സാഹചര്യമുള്ളത്. അത് നേപ്പാൾ ടിബറ്റ് അതിർത്തിയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യക്കാർ ഒരുപാട് പേർ ഈ സമയങ്ങളിൽ അവിടെ സന്ദർശനം നടത്തുന്ന, വിനോദസഞ്ചാരത്തിനായി എത്തുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വിശദാംശങ്ങൾ കണ്ടെത്തി അവരെ രക്ഷിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ ഈ സാഹചര്യത്തെ വലിയ ഒരു മഹാദുരന്തം എന്ന നിലയിൽ തന്നെ കണ്ടുകൊണ്ട് ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാർ എല്ലാവിധ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള നേതാക്കൾ നേപ്പാളിനൊപ്പം നിൽക്കണം എന്ന് ആഹ്വാനം ചെയ്യുകയും ആവശ്യമായ സഹായങ്ങൾക്ക് മുന്നിട്ടിറങ്ങണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയം സ്ഥിതിഗതികൾ വിലയിരുത്തുകയും നേപ്പാളിലെ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയവും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി നിരന്തര ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ കാണാതായവരെ സംബന്ധിച്ചുള്ള കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. ഔദ്യോഗികമായിട്ടുള്ള ബ്രീഫിങ്ങുകളൊന്നും നടന്നിട്ടില്ല. നിലവിലുള്ള കണക്കുകൾ പ്രകാരം ഈ ട്രാവൽ ഏജൻസികൾ വഴി പോയവരും എയർലൈൻ വഴി സഞ്ചരിച്ചവരുടെയും ഒക്കെ ഒരു ഏകദേശ കണക്കുകൾ പ്രകാരമാണ് ഈ സംഖ്യ ഇപ്പോൾ പറയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ത്യ ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി കാണുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ അടിയന്തര രക്ഷാദൗത്യത്തിനും അതോടൊപ്പം തന്നെ അടിയന്തര സേവനങ്ങൾ നൽകുന്നതിനും നേപ്പാളിനൊപ്പം നിൽക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. രുചീഷ്. ശരി, ഗൗതം. ആനന്ദ് മോഹൻ കൂടി ചേരുകയാണ്. ആനന്ദ്, ഈ നേപ്പാൾ എന്ന് പറയുന്നത് അത് ഈ വിസ പോലും ഇന്ത്യക്കാർക്ക് വേണ്ടാത്ത ഒരു സ്ഥലമാണ്. ആ തരത്തിൽ ഒരുപാട് ഇന്ത്യക്കാരാണ് ഈ ദുരന്തത്തിൽപ്പെട്ടത് എന്ന് തന്നെയാണ് ഇപ്പോഴും കരുതുന്നത്. ആ മരണപ്പെട്ട ആളുകൾ മാത്രമല്ല, കാണാതായ ആളുകളിലും വലിയൊരു ശതമാനം തന്നെ ഇന്ത്യക്കാരുണ്ട്. അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഏത് രീതിയിലാണ് ഏജൻസികൾ പറയുന്നത്? രുചീഷ, തീർച്ചയായും ഗൗതം പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് സമീപകാലത്ത് ലോകം കണ്ടതിൽ വെച്ച് മഹാദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത്. എല്ലാ കണക്കുകളെ സംബന്ധിച്ച്, ഇപ്പോൾ കാണാതായ ആളുകളെ സംബന്ധിച്ചുള്ളതാണെങ്കിലും നാശനഷ്ടങ്ങളെ കുറിച്ചുള്ളതാണെങ്കിലും ആ പ്രദേശത്ത് ഇനി എങ്ങനെ അതിജീവനം സാധ്യമാകുമെന്നതിനെ സംബന്ധിച്ചുള്ള എല്ലാ സ്ഥിരീകരണങ്ങളും വരേണ്ടിയിരിക്കുന്നു. വലിയ പഠനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ളത് 19ഓളം പാലങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു, 40ഓളം റോഡുകൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. അതായത് ഉപഗ്രഹ ചിത്രങ്ങളും ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന ചിത്രങ്ങളും മനസ്സിലാക്കുന്നത് ഒരു പ്രദേശത്തെ
മായ്ച്ചു കളയുന്ന രീതിയിലുള്ള പ്രകൃതിയുടെ താണ്ഡവമാണ് അവിടെ നടന്നിട്ടുള്ളത്. മഞ്ഞുമലകൾ ഇടിഞ്ഞു വീണ് ആണ് ടൺ കണക്കിന് ഭാരമുള്ള മഞ്ഞുമലകളാണ് നദിയിലേക്ക് പതിച്ച് നദി കരകവിഞ്ഞൊഴുകി. ആ നദി ഈ ബോധേകോസെ എന്ന് പറയുന്ന നദി ബീഹാറിലൂടെയും ഉത്തർപ്രദേശിലെയും ഒക്കെ കടന്നു പോകുന്നതാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ബീഹാറിലും ഉത്തർപ്രദേശിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഗണ്ഡക് നദിയായി മാറുന്നൊരു നദി പ്രദേശമുണ്ട്. അവിടെ നിന്ന് ഒരു 5000 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യയിൽ നിന്ന് എത്ര പേരെയാണ് കാണാതായതെന്ന് ചോദിച്ചാൽ 100 140 160 ഒക്കെ കണക്കുകൾ വരുന്നു. അതായത് ഇതിലൊരു കൃത്യമായ സ്ഥിരീകരണത്തിലേക്ക് എത്താൻ വലിയ സങ്കീർണതയാണ് നമ്മൾ ഔദ്യോഗിക ഏജൻസികളെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ പോയി ലൊക്കേറ്റ് ചെയ്യാൻ, അതായത് അത്ര അധികം വലിയ കല്ലുകളും മണ്ണും പതിച്ച് ആ പ്രദേശമാകെ മൂടിക്കിടക്കുകയാണ്. ഇതിനടിയിലൊക്കെ എത്രയോ അധികം ആളുകൾ ഉണ്ടെന്നതിനെ സംബന്ധിച്ച് ഇതുവരെയും ഒരു കൃത്യമായ ധാരണയിലെത്താൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഒഫീഷ്യലായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഒരു ഭാഗത്തുനിന്നും ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഏതായാലും സൂചനകൾ അല്ലെങ്കിൽ ചില വിനോദസഞ്ചാര വകുപ്പുമായി ബന്ധപ്പെട്ട ചില സ്ഥിരീകരണങ്ങൾ വരുന്നത് അമേരിക്ക, ദക്ഷിണ കൊറിയ, റഷ്യ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ തുടങ്ങി ലോകത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പല ആളുകളും അവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ മിസ്സിംഗ് ആണെന്ന നിലയിലുള്ളൊരു സൂചന ഈ ഘട്ടത്തിലും നേരത്തെ രാവിലെ മുതൽ തന്നെ വരുന്നുണ്ട്. എത്ര പേരാണെന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭ്യമല്ല. 140 ഇന്ത്യക്കാരെ കാണുന്നില്ല. 36 മലയാളികൾ അവിടെ പെട്ടു. അവരെ സുരക്ഷിതരായ ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന സൂചന വരുന്നുണ്ട്. അതിന്റെ വിവരങ്ങളിലേക്ക് അനുരു പോകുമെന്ന് കരുതുന്നു. അതായത് ആ നിലയിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ മാനസരോവർ യാത്രയ്ക്ക് വേണ്ടിയും ഹിമാലയ തീർത്ഥാടന യാത്രയ്ക്ക് വേണ്ടിയും എത്തപ്പെട്ട ആളുകൾ അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ കനത്ത മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ടു പോവുകയായിരുന്നു. ഇതിനെ സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന കണക്കുകളായിരിക്കും ഒരു പക്ഷേ വരുന്ന മണിക്കൂറിൽ വരാൻ പോകുന്നത് എന്ന് വേദനാപൂർവ്വം ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. രുചീഷ്. ശരി ആനന്ദ്, അനുരു അശോകൻ കൂടി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അനുരു, ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ആനന്ദ് സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ ഈ ദുരന്തം ഉണ്ടായപ്പോൾ വലിയൊരു ആശങ്ക മലയാളികളുടെ ഒരു വലിയ സംഘം തന്നെ നേപ്പാളിൽ ഉണ്ട് എന്നതായിരുന്നു. അവരെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാകുന്നത് സുരക്ഷിതരാണ് എന്നതാണ്. നേരിട്ട് ഈ ചീഫ് സെക്രട്ടറിയോട് തന്നെ വിദേശകാര്യ മന്ത്രാലയവുമൊക്കെയായി ബന്ധപ്പെടാൻ പറഞ്ഞിരുന്നു. എന്താണ് അത് സംബന്ധിച്ച് സർക്കാർ നൽകുന്ന ഒരു വിശദീകരണം? രുചീഷ്, ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു വലിയ മിന്നൽ പ്രളയമാണ് നേപ്പാളിൽ ഉണ്ടായത്. നിമിഷ നേരം കൊണ്ട് ഒരു പ്രദേശം ഒന്നാകെ ഇല്ലാതാകുന്ന കാഴ്ച നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെയൊക്കെ കാണുന്നതാണ്. പക്ഷേ മലയാളികളെ സംബന്ധിച്ച് ഈ ഓണക്കാലമാണ്, അവധിക്കാലമാണ്. രുചീഷ് പറഞ്ഞതുപോലെ വിസ ഇല്ലാതെ സന്ദർശിക്കാൻ പറ്റുന്ന ഒരു രാജ്യം കൂടിയാണ് നേപ്പാൾ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നടക്കം വലിയൊരു നിര നേപ്പാളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് സർക്കാരിൻ്റെ ഇപ്പോഴും കണക്കുകൂട്ടൽ. 150ഓളം പേരെ കാണാനില്ല എന്ന് പറയുമ്പോഴും അതിൽ ഏകദേശം 50ഓളം മലയാളികൾ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഇന്നലെ അടക്കം ഈ പറയുന്ന നേപ്പാളിൽ പോയ കുടുംബാംഗങ്ങളുടെ, ബന്ധുക്കളുടെ മറ്റും വിവരങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബന്ധപ്പെടാൻ CMന്റെ ഓഫീസിൽ നിന്ന് മൊബൈൽ നമ്പറുകൾ അടക്കം നമ്മൾ ലഭ്യമാക്കിയിരുന്നു. എന്നാൽ ഇത് പ്രകാരം ഇന്നലെ രാത്രി തന്നെ നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം ഏകദേശം 40ഓളം പേർ അവരുടെ ബന്ധുക്കളെ കാണാനില്ല, അവരുമായി ബന്ധപ്പെടാനായിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും 1070 എന്നൊരു നമ്പറിൽ അവരുടെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെങ്കിൽ ഈ പറയുന്ന ബന്ധുക്കളെയോ കുടുംബാംഗങ്ങളെയോ അല്ലെങ്കിൽ ഈ കൊണ്ടുപോയ ടൂറിംഗ് ഓപ്പറേറ്റർമാരെയോ ബന്ധപ്പെടാനായിട്ടില്ല എങ്കിൽ അവരുടെ വിവരങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ട് 1070 എന്നുള്ള നമ്പറിൽ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് പുറമെ നോർക്കയും അവരുടേതായ രീതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ നേപ്പാളിൽ പോയവരുടെ വിവരങ്ങൾ അല്ലെങ്കിൽ അവരെ ബന്ധപ്പെടാനാകുന്നില്ലെങ്കിൽ ഇവർ എന്ന് പോയി, അവിടെ എത്തിച്ചേർന്ന ദിവസം, ഇവരുടെ പേര് വിവരങ്ങൾ, ഇവരെ കൊണ്ടുപോയ ഏജൻസിയുടെ പേര് വിവരങ്ങൾ എന്നിവ ലഭ്യമാക്കണമെന്നാണ് നോർക്കയും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് ഇന്ത്യൻ എംബസിയുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഇവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഇവരുടെ വിവരങ്ങൾ നേപ്പാളിലെ ഇന്ത്യൻ എംബസിക്ക് അടക്കം വിവരങ്ങൾ കൈമാറാനുള്ള ഒരു നീക്കം നടക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ നോർക്കയുടെ ഒരു വിവരം നമുക്ക് 11 മണിയോട് കൂടി ലഭിക്കും. നോർക്ക CEO രാജേഷ് മാധവൻ 11 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് മനസ്സിലാകുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിവരങ്ങൾ കൈമാറുന്നവരുണ്ട്, നോർക്കയ്ക്ക് വിവരങ്ങൾ കൈമാറുന്നവരുണ്ട്, ഇന്ത്യൻ എംബസിക്ക് തന്നെ നേരിട്ട് വിവരങ്ങൾ കൈമാറുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ പല രീതികളിൽ വിവരങ്ങൾ ക്രോഡീകരിച്ചു കൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് നമ്മൾ 11 മണിക്ക് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നോർക്കയിൽ നിന്ന് ലഭ്യമാകുമെന്ന് തന്നെയാണ് രജീഷ് നമുക്ക് മനസ്സിലാകുന്നത്. ശരി അനു, എന്തായാലും മലയാളികൾ സുരക്ഷിതരാണ് എന്നതാണ് ഇപ്പോഴത്തെ വിവരം. അതോടൊപ്പം ആനന്ദ് ഒരിക്കൽ കൂടി ചേരുകയാണ്. ആനന്ദ്, നമ്മൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും അതിർത്തി സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ബീഹാറിലും ഉത്തർപ്രദേശിലും ഒക്കെ വലിയ ജാഗ്രതാ നിർദ്ദേശം തന്നെ ഇപ്പോഴും നൽകിയിട്ടുണ്ട്. ഈ ദുരന്തം പൂർണ്ണമായും അവസാനിച്ചു എന്ന് പറയാൻ പോലും പറ്റില്ല. കാരണം ഏത് നിമിഷവും ഇതിന്റെ ഒരു വ്യാപ്തി വീണ്ടും ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഒക്കെ ഈ അധികൃതർ കാണുന്നുണ്ട്.
തീർച്ചയായും രുചീഷ്, അത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം കൂടിയാണ്. അത് ആശങ്കപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിലും അത് നിലവിൽ എല്ലാ ദേശീയ മാധ്യമങ്ങളും വളരെ ജാഗ്രതയോടുകൂടി തന്നെ ആ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നുണ്ട്. രുചീഷ് ചോദിച്ചതുപോലെ ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒരു നിസ്സാരവൽക്കരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശമല്ല, കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഏത് സാഹചര്യവും നേരിടാൻ കണക്കിനുള്ള NDRFന്റെ ഒരു വലിയ ടീമുകളായി തിരിച്ചുകൊണ്ട് ഈ 3 സ്റ്റേറ്റുകളിലേക്ക് വിന്യസിച്ച് കഴിഞ്ഞുവെന്നാണ് നമ്മൾ ഈ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. നേരത്തെ രുചീഷ് ചോദിച്ചതുപോലെ ടിബറ്റിൽ നിന്നുള്ള ബോധേകോസി നദിയിലേക്കാണ് ഈ ടൺ കണക്കിന് ഭാരമുള്ള മഞ്ഞുമലകൾ ഇടിഞ്ഞു വീഴുകയും അത് അപ്രതീക്ഷിതമായ ഒരു കനത്ത വലിയ പ്രളയത്തിലേക്ക് ആ പ്രദേശം മൊത്തം നശിപ്പിക്കുന്ന നിലയിലേക്ക് ആഞ്ഞടിക്കുകയും ചെയ്തത്. ഈ ബോധേകോസി നദിയാണ് നമ്മുടെ നേരത്തെ ഈ ഗണ്ഡക് നദിയായി ബീഹാറിൽ കൈവഴിയായി മാറുന്നത്. ഇത് ഉത്തർപ്രദേശിലൂടെയും ഈ നദി ഒഴുകുന്നുണ്ട്, ബീഹാറിലും ഇത് ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം 5000-ഓളം പേരെ, വലിയ അപകട സാധ്യതയുള്ള 5000-ഓളം പേരെ ഉടനടി അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞതായിട്ടാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതോടൊപ്പമാണ് രുചീഷ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. ചൈനയുടെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഈ ടിബറ്റൻ പീഠഭൂമിയിൽ ഈ മഞ്ഞുപാളി ഇടിഞ്ഞു വീണതിന്റെ ഭാഗമായി തന്നെ വലിയ തോതിൽ ഈ മഞ്ഞ് വെള്ളം കെട്ടിക്കിടക്കുകയാണ്. അത് എപ്പോൾ വേണമെങ്കിലും താഴേക്ക് നിലം പതിക്കുക. അതുകൊണ്ട് ഈ പ്രളയത്തിന് സമാനമായി വീണ്ടും ഒരു പ്രളയം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ ജാഗ്രത തുടരണം എന്നൊരു ചൈനയുടെ മുന്നറിയിപ്പ് കൂടി ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ചൈനീസ് ഭാഗത്ത് നിന്ന് ഏകദേശം 265 പേരെ കാണാതായിട്ടുണ്ടെന്നും 3 പേർ അവിടെ തന്നെ മരണപ്പെട്ടതായിട്ടുമുള്ള ചില വിവരങ്ങളും നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഏതായാലും കണക്കുകൾ വരുന്നതനുസരിച്ച് വളരെ ഭയാനകമായിട്ടൊരു സാഹചര്യമാണ്. കാരണം ഇതിൻ്റെ തെരഞ്ഞു നോക്കാനും ആളുകളെ കണ്ടെത്താനും ഒക്കെ ഉള്ള പരിമിതികൾ പൂർണ്ണമായും അടഞ്ഞിരിക്കുന്ന രീതിയിലാണ് പ്രകൃതി അവിടെ സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. ആകെയുള്ളൊരു വഴി ഹെലികോപ്റ്ററുകൾ വഴി അവിടെ പോയി കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ആളുകളെ കണ്ടെത്താനും ഒക്കെയുള്ള സാധ്യതകളെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ട് ചൈനയും ഇന്ത്യയും നേപ്പാൾ ഫോഴ്സും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വരുന്ന മണിക്കൂറുകളിൽ പ്രകൃതി കൂടി അനുകൂലമായാൽ മാത്രമാണ് രക്ഷാപ്രവർത്തനം വളരെ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിയുമെന്നുണ്ട്. ഏതായാലും രുചീഷ് പറഞ്ഞതുപോലെ ഇന്ത്യ കനത്ത ജാഗ്രത തുടരുകയാണ്. വലിയ സഹായങ്ങൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴും അവിടെ പരിമിതികളുണ്ട് സഹായിക്കുന്നതിനും രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഈ സാഹചര്യത്തിൽ. കാരണം അത്രമാത്രം ഭയാനകമാണ് അവിടുത്തെ സാഹചര്യമെന്ന് പറയാതിരിക്കാൻ വയ്യ. അതാണ് യാഥാർത്ഥ്യം. ഏതായാലും ബീഹാറിലും ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും കനത്ത ജാഗ്രത തുടരുന്നു. നദീതീരങ്ങളിലുള്ളവരോട്, പ്രത്യേകിച്ച് ഹിമാലയൻ നദികൾ ഒഴുകുന്ന നദീതീരത്തുള്ളവർക്കും അത്തരം യാത്രകൾ നടത്തുന്ന ആളുകളോടും കനത്ത ജാഗ്രത തുടരണം എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രുചീഷ്, അനന്ത്, ഇതൊരു അപ്രതീക്ഷിതമായ ഒരു ദുരന്തമാണ്. സാധാരണതയിൽ മഴയും ഇതൊക്കെ വലിയ തരത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് മുൻപൊരു മുൻകരുതലൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതൊരു അപ്രതീക്ഷിതമായ ദുരന്തമായി പോയി. കാരണം ഒരുപാട് വിദേശികൾ എത്തുന്ന ഒരു സ്ഥലം, ഒരു സഞ്ചാരികൾ സ്ഥിരമായി എത്തുന്ന ഒരു സ്ഥലം, അവിടെ ഈ അപകടത്തിൽപ്പെട്ടതിലും ഭൂരിഭാഗം ആളുകളും ഇത്തരത്തിൽ വിദേശ വിനോദസഞ്ചാരികളുമാണ്. തീർച്ചയായും. അതുകൊണ്ട് അതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതും. അവിടെ ഇപ്പോൾ മിസ്സിംഗ് ആയിട്ടുള്ളത് നമ്മൾ ഇന്ത്യക്കാർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യക്കാർ എന്നല്ല, ആയിരക്കണക്കിന് മനുഷ്യർ പ്രത്യേക ഒരു പുണ്യഭൂമിയായി കാണുന്ന ഒരു പ്രദേശം കൂടിയാണ് ഹിമാലയ മാനസരോവർ യാത്രയൊക്കെ. അതിൻ്റെ പ്രത്യേകതകളും നമുക്കറിയാം. അവിടെ ഇങ്ങനെ ഒരു സാഹചര്യം ഒരുപക്ഷെ ആരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വിവിധ രാജ്യങ്ങൾ അവരുടെ ആളുകളെ, പൗരന്മാരെ മിസ്സായിട്ടുണ്ട് എന്ന് പൊതുവെ തന്നെ പറയാനും സ്ഥിരീകരിക്കാനും തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്ക, ഓസ്ട്രേലിയ, ദക്ഷിണ കൊറിയ, ബ്രിട്ടൻ, റഷ്യ അടക്കമുള്ള മലേഷ്യ അടക്കമുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ തോതിലുള്ള വിനോദസഞ്ചാരികളെ മിസ്സിംഗ് ആണ്. എന്നാൽ അവർ അപകടത്തിൽപ്പെട്ടു എന്ന നിലയിലല്ല, പക്ഷേ അവരെ കണ്ടെത്തുന്നതിന് വേണ്ടി അവരെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് അവർ സ്ഥിരീകരിച്ച് അന്വേഷിക്കാൻ കഴിയൂ. ആ അന്വേഷണത്തിന് വേണ്ടി തങ്ങളുടെ പൗരന്മാർ മിസ്സിംഗ് ആണ് എന്ന് പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അവരുടെ രാജ്യത്തിൻ്റെ സഞ്ചാര വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. ആ അന്വേഷണം ആ നിലയിൽ തുടരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, നേരത്തെ രുചീഷും ഗൗതം സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകിട്ട് വരെ ഈ ഒരു ഭൂചലനത്തിന്റെ ഭാഗമായിട്ടുണ്ടായ പ്രളയം എന്ന് കരുതിപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ശാസ്ത്ര വിദഗ്ധന്മാരുടെ ഒരു പഠനം ഉണ്ടായിരിക്കുന്നത് ഈ ആഗോള താപനത്തിന്റെ ഒക്കെ ഫലമായിട്ട് ഉറഞ്ഞു നിൽക്കേണ്ട മഞ്ഞുപാളികൾ ഉരുകി ടൺ കണക്കിന് ഭാരമുള്ള മഞ്ഞുപാളികൾ നിലംപതിച്ചതിന്റെ ഭാഗമായിട്ടാണ് 5.2 തീവ്രത രേഖപ്പെടുത്തുന്ന ഭൂചലനം പോലും ഉണ്ടായത്. അതായത് ഇതിന്റെ പൊളിഞ്ഞു വീണതിന്റെ ആ ആഘാതത്തിലാണ് ഈ കുലുക്കം പോലും അനുഭവപ്പെട്ടതെന്നാണ്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്രതീക്ഷിതവും ഭയാനകവുമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ആ നിലയിലാണ് ഈ ബോധേകോസ നദി കല്ലുകളും വലിയ കൂറ്റൻ പാറക്കെട്ടുകളും മണ്ണും പാലങ്ങളും ചെറു ഡാമുകളും ഒക്കെ തകർത്തുകൊണ്ട് നേപ്പാളിലേക്ക് അതിശക്തമായി വീശിയടിക്കുന്നത്. ആ പ്രദേശമാകെ നാമാവശേഷമായി പോകുന്ന ഏകദേശം 3ഓളം ജില്ലകൾ, ഈ ദുവാക്കോട്ട്, റെസുവ, ദാഡിങ് എന്നീ പറയുന്ന ജില്ലകളാണ് പറയുന്നത്. എങ്കിലും മനസ്സിലാക്കേണ്ടത് നേപ്പാളിന്റെ ഒരു വലിയ ഭാഗം തന്നെ നാമാവശേഷമാകുന്ന രീതിയിലേക്കാണ് പ്രളയം കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. രുചീഷ്.